മലയാളം ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ സീക്രട്ട് ഏജൻറ്റിനെതിരെ ബിഗ് ബോസ് കടുത്തമായ തീരുമാനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ഇനി ബിഗ് ബോസ് വീട്ടിൽ പുറത്തെ കാര്യങ്ങൾ സീക്രട്ട് ഏജൻറ്റ് പറയുകയാണെങ്കിൽ നിയമ നടപടി എടുക്കുമെന്നാണ് ബിഗ് ബോസ് പറയുന്നത്. ഈ ബിഗ് ബോസ് നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് വന്ന് 10 മിനിറ്റ് കൊണ്ടാണ് നമ്മുടെ ജാസ്മിനോട് എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പുറത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി ജാസ്മിനോട് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോൾ ഈ ബിഗ് ബോസിൻ്റെ ബിഗ് ബോസ് ഉറങ്ങാൻ പോയിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ബിഗ് ബോസ് ഈ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ബിഗ് ബോസ് വാൺ ചെയ്യാതെ ഇപ്പോഴാണ് സീക്രട്ട് ഏജൻറ്റിനോട് പറയുന്നത്. സീക്രട്ട് ഏജൻറ്റ് പറയേണ്ടവരോടെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ജാസ്മിനാണ് സീക്രട്ട് ഏജൻറ്റിൻ്റെ ഏറ്റവും വലിയ ഉറ്റ സുഹൃത്ത്. എല്ലാ കാര്യങ്ങളും പോയി പറയുന്നുണ്ട്. നീ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, ജാസ്മിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പവർ ടീമിലാണെങ്കിൽ അങ്ങനെ കൊണ്ടുവരണം, ഇങ്ങനെ കൊണ്ടുവരണം, എന്നാലാണ് ഗെയിം പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ പുറത്തെ കാര്യങ്ങൾ പറഞ്ഞ് ഇന്നും ബിഗ് ബോസ് വീട്ടിൽ അടിയാണ് നടക്കുന്നത് ജിൻഡോയ്ക്കെതിരെയൊക്കെ. സീക്രട്ട് ഏജൻറ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷകൾ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു നിമിഷം കൊണ്ട് കളഞ്ഞു കുടിച്ചതാണ് ഈ സീക്രട്ട് ഏജൻറ്റ്. ഒരു ഇതും ഇല്ലാതാക്കി കളഞ്ഞു. എന്താണെങ്കിലും ബിഗ് ബോസ് വാൺ ചെയ്തിരിക്കുകയാണ്. ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് സീക്രട്ട് ഏജൻറ്റിന് കൊടുത്തിരിക്കുന്നത്. ഇനി എങ്ങാനും പുറത്തെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി പല കണ്ടസ്റ്റൻറ്റും പറയുന്നുണ്ട്. അഭിഷേകമൊക്കെ കുറേ കൂടെ സീക്രട്ട് ഏജൻറ്റിനേക്കാൾ ബുദ്ധിയുള്ളവനാണ്. അഭിഷേക് വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും ഇവരോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആവുക എന്നാണ്. നമ്മളെന്തിനാണ് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവർക്ക് കൊടുക്കുന്നത്? നമ്മളിവിടെ ഗെയിം കളിക്കാൻ വന്നതാണെന്ന്. പക്ഷേ പൊട്ടനായ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് അതൊന്നും മനസ്സിലാക്കുന്നില്ല. ജാസ്മിനെ രക്ഷിക്കണം.